270 വർഷങ്ങൾക്ക് ശേഷം അപൂർവമായ മഹാകുംഭാഭിഷേകത്തിന് ആതിഥ്യമരുളാനൊരുങ്ങി ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം. ക്ഷേത്രത്തിന്റെ ദിവ്യത്വവും ആത്മീയ ഊർജവും പുനരുജ്ജീവനം ചെയ്യുന്നതിനുള്ള മഹാകുംഭാഭിഷേകം ഇന്ന് നടക്കും. രാവിലെ 7:40 മുതൽ 8:40 വരെയാണ് ചടങ്ങുകൾ. താഴികക്കുടങ്ങളുടെ സമർപ്പണം, വിശ്വക്സേനാ വിഗ്രഹത്തിന്റെ പുനഃപ്രതിഷ്ഠ, തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ അഷ്ടബന്ധ കലശം എന്നിവയാണ് ചടങ്ങുകൾ. എസ് ശാലിനി ചേരുന്നു. ശാലിനി, പറയൂ. രോഹിണി സൂചിപ്പിച്ചതുപോലെ തലസ്ഥാന നഗരത്തെ സംബന്ധിച്ചിടത്തോളം, അനന്തപുരിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട ദിവസമാണ്. അനന്തപുരിയുടെ കാവലാൾ, പ്രിയപ്പെട്ട, അല്ലെങ്കിൽ തിരുവനന്തപുരത്തുകാരുടെ മാത്രമല്ല പ്രിയപ്പെട്ടവരുടെയൊക്കെ പത്മനാഭന് ഇന്ന് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രത്തിലൊരു ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് നടക്കുകയാണ്. ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിന് മുകളിൽ കുംഭാഭിഷേകം, 3 കുംഭങ്ങൾ വെച്ചുകൊണ്ട് കുംഭാഭിഷേകം, കുംഭം ആറാട്ടം എന്നൊക്കെ പറയേണ്ടി വരും. അങ്ങനെ കുംഭാഭിഷേകം ഇന്ന് നടക്കാൻ പോവുകയാണ്. അതിൻ്റെ അവസാനഘട്ട ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിരിക്കുകയാണ്. രാവിലെ 7:40 മുതൽ ആ ചടങ്ങുകൾ ആരംഭിക്കും. 8:40 വരെയാണ് ചടങ്ങുകൾ നീണ്ടു നിൽക്കുക. രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ 275 വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു വലിയ ചടങ്ങ്, അല്ലെങ്കിൽ ആ ഒരു വലിയ ആഘോഷത്തിന് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. അതിൻ്റെ അവസാനഘട്ട ഒരുക്കങ്ങളിലേക്കും നടപടികളിലേക്കും ഒക്കെ ക്ഷേത്രം കടന്നിരിക്കുകയാണ്. ഈ മാസം 2-ാം തീയതി ആരംഭിച്ച ചടങ്ങുകളാണ്. ആ ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കി ഇന്ന് രാവിലെ 7:40 ഔദ്യോഗികമായി ആ ചടങ്ങുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായ മഹാകുംഭാഭിഷേകം നടക്കുകയും ചെയ്യും. 1750 മാർത്താണ്ഡവർമ്മ മഹാരാജാവ് വന്ന് തൃപ്പടിദാനം നടത്തി ക്ഷേത്രത്തിൽ ഈ ചടങ്ങുകൾ നടത്തിയത്. അതിനുശേഷം നീണ്ട 275 വർഷങ്ങൾ, ഒരുപക്ഷെ ഈ ജന്മത്തിൻ്റെ സുഹൃതമായി പലരും കണക്കാക്കപ്പെടുന്ന ഒരു ദിവ്യമായ ചടങ്ങ് 2008 മുതൽ ആരംഭിച്ച റെനോവേഷൻ അടക്കമുള്ള നടപടികളും ചടങ്ങുകളും ഒക്കെ ക്ഷേത്രത്തിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രീകോവിലടക്കം വലിയ രീതിയിലുള്ള നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു മഹാകുംഭാഭിഷേക ചടങ്ങ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇനിയിപ്പോൾ നടക്കാൻ പോകുന്നത് കിഴക്കേ ശിവേലിപ്പുര ഒഴികെയുള്ള ഭാഗങ്ങളിൽ നിന്ന് ഈ ഭക്തർക്ക് കുംഭാഭിഷേകം കാണാൻ സാധിക്കും. നമുക്ക് ദൃശ്യങ്ങളടക്കമുള്ള കാര്യങ്ങൾ ലൈവായി അതിൻ്റെ കുംഭാഭിഷേകം നടക്കാൻ പോകുന്ന ശ്രീകോവിലിൻ്റെ മുകളിലത്തെ ദൃശ്യങ്ങളടക്കം പ്രേക്ഷകരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ക്യാമറയിൽ നിന്ന് ആ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തുന്നുണ്ട്. മഹാകുംഭ അഭിഷേകം എന്ന് പറയുമ്പോൾ 3 കുംഭങ്ങളാണ് ഈ ശ്രീകോവിലിന് മുകളിലായി സ്ഥാപിക്കുന്നത്. അത് സ്വർണ്ണ കുംഭങ്ങളാണ്. അതിൽ ഞവര നെല്ലടക്കമുണ്ട്. 275 വർഷങ്ങൾക്ക് മുൻപ് ഇത് സ്ഥാപിക്കുമ്പോൾ അന്ന് അതിനകത്തുണ്ടായിരുന്ന ഞവര നെല്ല് പാകി മീനാക്ഷിപുരത്ത് നിന്ന് എത്തിച്ച ഞവര നെല്ല് വീണ്ടും ആ കുംഭത്തിൽ നിറച്ചുകൊണ്ടാണ് ഇന്ന് കുംഭാഭിഷേകം നടത്താൻ പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവ്യമായ ചടങ്ങായിട്ട് തന്നെയാണ് ക്ഷേത്രം ഇതിനെ കാണുകയും ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു കുംഭാഭിഷേകം നടത്തിയതിന് ശേഷം, അഭിഷേകത്തിനൊക്കെ ശേഷമായിരിക്കും ഭക്തർക്ക് ക്ഷേത്ര ദർശനം നടത്താനാവുക. വലിയ രീതിയിലുള്ള തിരക്ക് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ക്ഷേത്രത്തിൽ ഈ ചടങ്ങുകളുടെയൊക്കെ ഭാഗമായിട്ട് ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ ഉണ്ട്. എന്തായാലും ഇന്നും ആ ഒരു തിരക്ക് ക്ഷേത്ര സന്നിധിയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അല്പസമയം കൂടി മാത്രമേ ക്ഷേത്ര ദർശനം നടത്തുകയുള്ളൂ. അതിനുശേഷം പൂർണ്ണമായും ഈ ചടങ്ങുകളിലേക്ക് ക്ഷേത്രം കടക്കും. അതിനുശേഷം ഈ കുംഭാഭിഷേകം കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും ഭക്തരെ അകത്തേക്ക് കടത്തിവിടുകയും ചെയ്യുക. എന്നാലും പ്രധാനപ്പെട്ട 3-ലധികം ചടങ്ങുകളാണ് ഇന്ന് ക്ഷേത്രത്തിനുള്ളിൽ നടക്കാൻ പോകുന്നത്. അതൊന്ന് താഴികക്കുടങ്ങളുടെ സമർപ്പണമാണ്. ശ്രീകോവിലിന് മുകളിലായിട്ടുള്ള 3 താഴികക്കുടങ്ങൾ. 2 വിക്ഷക്സേനാ വിഗ്രഹത്തിന്റെ പുനഃപ്രതിഷ്ഠയാണ്. 3-ാമത് തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ അഷ്ടബന്ധ കലശമാണ്. ഇതടക്കമുള്ള ചടങ്ങുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ചടങ്ങുകൾ പൂർത്തീകരിച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായ കുംഭാഭിഷേകം, അതായത് താഴികക്കുടങ്ങളുടെ സമർപ്പണത്തിലേക്ക് 7:40 കടക്കുകയും ചെയ്യും. നമ്മൾ മനസ്സിലാക്കുന്നത് പ്രകാരമാണെങ്കിൽ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് 1750 ക്ഷേത്രം നവീകരിച്ച് തൃപ്പടിദാനം നടത്തിയിട്ടുള്ളത്. അതിനുശേഷം ഒരു 275 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു മഹാകുംഭാഭിഷേക ചടങ്ങ് ക്ഷേത്രത്തിൽ നടക്കുകയും ചെയ്തത്. ഒപ്പം തന്നെ ഈ ചടങ്ങുകളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ വലിയ രീതിയിലുള്ള സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, ഫയർഫോഴ്സ് ഉണ്ട്, പോലീസുണ്ട്, ഒപ്പം തന്നെ കേന്ദ്ര സേനയുണ്ട്. സുരക്ഷ കർശനമാക്കിയിരിക്കുകയാണ്. കാരണം അത്രയധികം ആളുകളാണ് ഈ ഒരു ജന്മസുഹൃതമായ, ഒരു പക്ഷേ ഈ ജന്മത്തിൽ മാത്രം ലഭിക്കുന്ന ഒരു ചടങ്ങ്, അല്ലെങ്കിൽ അത് വീക്ഷിക്കാൻ എത്തുന്ന അവസരം, അത് കണക്കിലാക്കിക്കൊണ്ട് ക്ഷേത്രത്തിൽ ദർശനം നടത്താനൊക്കെ എത്തുന്നത്. അതുകൊണ്ട് തന്നെ ക്രമാതീതമായ ആളുകളുടെ എണ്ണം വർദ്ധിക്കുന്നത് മുൻകണ്ടി തന്നെ വലിയ രീതിയിലുള്ള സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും കാത്തിരിക്കുകയാണ് ഒരു ജന്മസുഹൃതമായി ആ ഒരു ചടങ്ങ് വീക്ഷിക്കാൻ. എന്തായാലും നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണിക്കുന്നത് പോലെ ഈ ശ്രീകോവിലിന് മുകളിൽ തയ്യാറാക്കിയിട്ടുള്ള കുംഭങ്ങൾ, ആ കുംഭങ്ങളുടെ മുകളിൽ പ്രത്യേക ചടങ്ങുകൾ നടത്തുന്നുണ്ട്. ആ ചടങ്ങുകൾക്ക് ശേഷം വിക്ഷക്സേന
വിഗ്രഹ നിർമ്മാണം പൂർത്തിയാക്കി ആ പുനഃപ്രതിഷ്ഠ അടക്കം നടന്നതിന് ശേഷം ഈ കുംഭാഭിഷേക ചടങ്ങിലേക്ക് കടക്കുകയും ചെയ്യും. അത് മാത്രമല്ല കടിശർക്കര യോഗത്തിലുള്ള വിഗ്രഹത്തിന്റെ പുനർനിർമ്മാണമൊക്കെ വലിയ ആചാരപ്രകാരമായിട്ടാണ് നടക്കുന്നത്. പ്രത്യേകിച്ച് പത്മനാഭന്റെ കാൽപാദത്തിനടുത്തുള്ള വിക്ഷക്സേന, ആ വിക്ഷക്സേനയുടെ പുതിയ പുനഃപ്രതിഷ്ഠ കൂടിയാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങായി അല്ലെങ്കിൽ ഒരു ദിവസമായി ഇന്ന് അനന്തപത്മനാഭൻ ഇന്ന് മാറുകയാണ്. അതുകൊണ്ട് തീർച്ചയായും